ഇപ്പോൾ കൊച്ചി മെട്രോ റെയിൽ നിർമ്മാണത്തിന്റെ അവശിഷ്ടങ്ങളും തൃക്കാക്കര നഗരസഭയുടെ മാലിന്യ നിക്ഷേപവും മൂലം അപകട ഭീതിയിൽ എറണാകുളം തൃക്കാക്കര സഹകരണ ആശുപത്രി. സമീപത്തെ പറമ്പിൽ മഴവെള്ളവും മാലിന്യവും നിറഞ്ഞ് ആശുപത്രിയുടെ സംരക്ഷണ ഭിത്തി ഏത് നിമിഷവും തകരും എന്ന സ്ഥിതിയാണ്. ജില്ലാ കളക്ടറോട് അടക്കം പരാതി പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. തൃക്കാക്കര സഹകരണ ആശുപത്രി ഏതു സമയവും ഈ മാലിന്യ മതിൽ ഇടിഞ്ഞു വീഴാവുന്ന അതിന്റെ ഒരു ഭീതിയിലാണ് നിലനിൽക്കുന്നത്. ഇവിടെ തൃക്കാക്കരയുടെ സഹകരണ ആശുപത്രിയോട് ചേർന്ന് ഈ തൃക്കാക്കര നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെ മാലിന്യ നിക്ഷേപം, അത് മാലിന്യ ശാസ്ത്രീയമായൊരു സംസ്കരണമാണ് എന്നതാണ് പൊതുവിൽ പരാതി ഉയരുന്നത്. ഒരു ഭാഗത്ത് അവിടെ മാലിന്യ നിക്ഷേപമുള്ളപ്പോൾ ഈ മറുഭാഗത്ത് ഈ ഒഴിഞ്ഞുകിടക്കുന്ന വിശാലമായൊരു സ്ഥലം മെട്രോ നിർമ്മാണത്തിന്റെ ആ പൈലിംഗ് വേസ്റ്റുകൾ, അതിന്റെ ഈ ഖനനത്തിന് ശേഷം വരുന്ന അതിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നൊരിടമായിട്ട് അത് ഉപയോഗിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. അതിന് ജില്ലാ ഭരണകൂടത്തിന്റെ അടക്കമുള്ള ഒരു അനുമതിയോടുകൂടിയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ സംഭവിച്ചിരിക്കുന്നത്, ഇതിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു കനാൽ ഉണ്ടായിരുന്നു, അത് പൂർണ്ണമായും മൂടിപ്പോയിരുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പെയ്ത മഴ മൂലം ഇവിടെ രൂക്ഷമായ രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടാകുന്നു. തുടർന്നാണ് ഈ കനാൽ തന്നെ കണ്ടുപിടിക്കാനുള്ള ശ്രമം ഈ മെട്രോയുടെ കൊച്ചി മെട്രോ അധികൃതരുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുകയും പിന്നീട് അത് തെരഞ്ഞ് കണ്ടുപിടിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വന്നു. പക്ഷേ ഇതിൽ പെട്ടുപോയത് തൃക്കാക്കര സഹകരണ ആശുപത്രിയാണ്. ഇതിൽ ഈ വലിയ രൂക്ഷമായ രീതിയിലുള്ളൊരു മാലിന്യ വെള്ളക്കെട്ട് അടക്കമാണ് ഇതിന്റെ ഒരു സംരക്ഷണ ഭിത്തിക്ക് ഇപ്പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഏതു സമയവും ആ മതിൽ തകർന്നു പോകും. അത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ തൃക്കാക്കര സഹകരണ ആശുപത്രിയുടെ പ്രവർത്തനം തന്നെ നിലയ്ക്കുന്ന അവസ്ഥയിലേക്ക് തന്നെ അത് മാറുകയും ചെയ്യും. ഇത് പലതവണ പരാതി പറഞ്ഞിട്ടും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് സഹകരണ ആശുപത്രി അധികൃതർ തന്നെ പറയുന്നത്. നമ്മുടെ ഈ സഹകരണ ആശുപത്രിയിൽ ഗുരുതരമായ ഒരു മാലിന്യ പ്രശ്നമുണ്ടായിട്ട് അതിന്റെ പ്രവർത്തനം നിലയ്ക്കുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. ഏതാണ്ട് 2-3 മാസം മുമ്പ് ഈ മെട്രോ ഡ്രില്ല് ചെയ്യുന്ന വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിടാനായിട്ട് കളക്ടർ അനുവാദം കൊടുത്തതിനെ തുടർന്ന് വളരെ ഹരിതാപമായിരുന്ന ഈ സ്ഥലം മുഴുവൻ നശിച്ചുപോവുകയും അവിടെ ഈ മാലിന്യവും അതിനോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി നിത്യേന എന്നോണം കൊണ്ടുവന്നിടുന്ന ഗാർഹിക മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളതെല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞ് അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന മലിനജലം ഇവിടെ ഒരു തടാകമായിട്ട് കെട്ടിക്കിടന്ന് അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന മാലിന്യ മണം, വളരെ രൂക്ഷമായ ദുർഗന്ധം ഇവിടെ വരുന്ന ആളുകളെയും രോഗികളെയും നമ്മുടെ ഡോക്ടർമാർക്കൊക്കെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഈ വെള്ളക്കെട്ട് തുടർച്ചയായി പെയ്യുന്ന മഴ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കാനയിൽ നിന്ന് വെള്ളം അടിച്ച് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും വൈകിയെങ്കിലും അധികൃതർ ഇതിൽ ഇടപെടാം എന്ന രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. അങ്ങനെ സഹകരണ ആശുപത്രിയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന രീതിയിലേക്കുള്ളൊരു വിഷയമായിട്ടും കൂടിയും പലതവണ പരാതി പറയേണ്ട അവസ്ഥയിലേക്ക് ആശുപത്രി അധികൃതർ പറയുന്നു. പലതവണ പരാതി പറഞ്ഞിട്ടാണ് ഇതൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും അധികൃതർ തയ്യാറായത് എന്നത് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. കാക്കരയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.